വളർത്തുമൃഗങ്ങളെ പ്രത്യേകിച്ചും പശുക്കളെ ഏറെ ബാധിക്കാനിടയുള്ള ഒന്നാണ് മഴക്കാല രോഗങ്ങൾ. നിരവധി കർഷകർക്ക് വരുമാനം നേടിക്കൊടുക്കുന്ന മേഖലയായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഏറെ ശ്രദ്ധ ചെലുത്തുകയാണ് മൃഗസംരക്ഷണ വകുപ്പ്. മഴക്കാലത്ത് വളർത്തുമൃഗങ്ങളെ എങ്ങനെ സംരക്ഷിക്കണമെന്നത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങളാണ് മൃഗസംരക്ഷണ വകുപ്പ് സർക്കുലറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മഴക്കാലം വന്നെത്തുന്നതോടെ കന്നുകാലികൾക്ക് ദുരിതകാലവും രോഗങ്ങളുടെ പെരുമഴക്കാലവുമാണ്. മഴക്കാല രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കന്നുകാലികളെയും മറ്റു വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും സംരക്ഷിക്കാൻ കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് വ്യക്തമാക്കുന്നു. തണുത്തതും ഈർപ്പമേറിയതുമായ അന്തരീക്ഷം സാംക്രമിക രോഗാണുക്കളും രോഗവാഹകരും പെരുകാനും രോഗപ്രതിരോധശേഷി കുറയാനും സാഹചര്യമൊരുക്കും. ബാഹ്യപരാധങ്ങളും ആന്തരിക വിരകളുമെല്ലാം മഴക്കാലത്ത് കൂടുതലായി പെരുകാൻ ഇടയാകും. പരിപാലനത്തിന് അല്പം ശാസ്ത്രീയതയും ശ്രദ്ധയും പുലർത്തിയാൽ പശുക്കളിലെ മഴക്കാല രോഗങ്ങൾ തടയാനും മികച്ച ഉൽപ്പാദനവും ഉയർന്ന വരുമാനവും നേടാനാകും. തൊഴുത്തിലും പരിസരത്തും പൂർണ്ണമായ ശുചിത്വം പാലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഴയുള്ള സമയത്തും തണുത്ത കാറ്റടിക്കുമ്പോഴും ഇടിമിന്നലുള്ളപ്പോഴും പശുക്കളെ തുറസായ സ്ഥലങ്ങളിൽ മേയ്ക്കാൻ വിടുന്നത് ഒഴിവാക്കുക. പകരം തൊഴുത്തിൽ തന്നെ സുരക്ഷിതമായി പാർപ്പിക്കണം. മേൽക്കൂരയോട് ചേർന്ന് നിൽക്കുന്ന അപകടകരമായ വലിയ മരങ്ങൾ മുറിച്ചു മാറ്റണം. തൊഴുത്തിൽ പൂർണ്ണ ശുചിത്വം പാലിക്കുന്നതിനാവണം മുഖ്യ പരിഗണന. മഴക്കാലത്ത് കാണുന്ന രോഗങ്ങളിൽ മുഖ്യമാണ് അകിടുവീക്കം. അകിടുവീക്കം നിയന്ത്രിക്കാൻ കറവക്കാരന്റെയും കറവ യന്ത്രങ്ങളുടെയും എല്ലാം ശുചിത്വം പരമപ്രധാനമാണ്. അകിടിലും പാലിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് മതിയായ ചികിത്സ നൽകിയാൽ അകിടുവീക്കം ഒഴിവാക്കാം. പരുവരുത്തതും നനഞ്ഞിരിക്കുന്നതും ചെളി നിറഞ്ഞതുമായ തറയിൽ നിന്നും കുളമ്പുകൾക്ക് ക്ഷതമേൽക്കാനും അണുബാധ കാരണം പിന്നീട് കുളമ്പ് ചീയലിനും സാധ്യതയുണ്ട്. കുളമ്പുകൾ ആഴ്ചയിൽ 2 തവണയെങ്കിലും 5% തുരിശിലായനിയിലോ 2% ഫോർമാലിൻ ലായനിയിലോ 20 മിനിറ്റ് നേരം മുക്കിവെക്കുന്നത് കുളമ്പ് ചീയൽ തടയാൻ ഫലപ്രദമാണ്. തീറ്റ സാധനങ്ങൾ തറയിൽ നിന്ന് 1 അടി ഉയരത്തിലും ചുമരിൽ നിന്ന് 1.5 അടി അകലത്തിലും മാറി മരപ്പലകയുടെയോ ഇരുമ്പ് പലകയുടെയോ മുകളിൽ സൂക്ഷിക്കണം. തണുത്ത കാറ്റോ ഈർപ്പമോ മഴച്ചാറ്റലോ ഏൽക്കാതെ നോക്കണം. നനഞ്ഞ കൈകൾ കൊണ്ടോ പാത്രങ്ങൾ കൊണ്ടോ തീറ്റ കോരിയെടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. തീറ്റ എടുത്ത ശേഷം ബാക്കി വരുന്ന തീറ്റ ഈർപ്പം കയറാത്ത രീതിയിൽ അടച്ച് സൂക്ഷിക്കണം. തൊഴുത്തിലും തീറ്റ സംഭരിച്ച മുറികളിലും പരിസരത്തും എലികളെയും പെരിച്ചാഴികളെയും നിയന്ത്രിക്കാനും ശ്രദ്ധിക്കണം. കാരണം എലിപ്പനി മനുഷ്യർക്കെന്ന പോലെ പശുക്കൾക്കും മാരകമാണ്. ഇതേക്കുറിച്ച് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ ഇങ്ങനെ വ്യക്തമാക്കുന്നു. മഴക്കാലത്ത് 3 മാസത്തിൽ താഴെ പ്രായമുള്ള കിടാക്കളിലും മരണനിരക്ക് പൊതുവെ കൂടുതലായി കണ്ടുവരുന്നു. സാംക്രമിക രോഗങ്ങൾ, കാലാവസ്ഥയുടെ സമ്മർദ്ദം എന്നിവയെല്ലാമാണ് മരണനിരക്ക് ഉയർത്തുന്ന ഘടകങ്ങൾ. തീറ്റമെടുപ്പ്, പനി, വയറിളക്കം, പാലുൽപാദനക്കുറവ്, ശ്വാസതടസ്സം, മൂക്കൊലിപ്പ് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടനെ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണം. മഴയ്ക്കൊപ്പം തളർക്കുന്ന ഇളംപൂലുകൾ ധാരാളമായി നൽകുന്നത് വയറുപെരുപ്പത്തിനും വയറിളക്കത്തിനും ദഹനക്കേടിനും ഇടയാക്കും. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് തൊഴുത്തിലും പരിസരത്തും പൂർണ്ണമായ ശുചിത്വം ഉറപ്പാക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ മഴയുള്ള സമയത്തും തണുത്ത കാറ്റടിക്കുമ്പോഴും ഇടിമിന്നലുള്ളപ്പോഴും പശുക്കളെ തുറസായ സ്ഥലങ്ങളിൽ മേയ്ക്കുന്നത് ഒഴിവാക്കണം. അവയെ വളരെ സുരക്ഷിതമായി തന്നെ തൊഴുത്തിൽ പാർപ്പിക്കേണ്ടതാണ്. നമ്മൾ ഇടിമിന്നൽ സാധ്യതയുള്ള മേഖല ആണെങ്കിൽ റബ്ബർ മാറ്റ്, എർത്തിങ് എന്നിവ തൊഴുത്തിൽ ഒരുക്കേണ്ടതും ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത കുറയ്ക്കേണ്ടതും അത്യാവശ്യമാണ്. തൊഴുത്തുകളിലെ ഇലക്ട്രിക് വയറിങ്ങുകൾ സുരക്ഷിതമാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ മേൽക്കൂരയോട് ചേർന്ന് നിൽക്കുന്ന അപകടകരമായ മരങ്ങൾ മഴക്കാലത്തിന് മുമ്പേ തന്നെ മുറിച്ചു മാറ്റേണ്ടതാണ്. ഈ മഴക്കാല സമയത്ത് അകിടുവീക്കം, കുളമ്പ് ചീയൽ, മറ്റ് പകർച്ചവ്യാധികളൊക്കെ ധാരാളം ഉള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണ ശുചിത്വവും തൊഴുത്തിനുള്ളിൽ പാലിക്കേണ്ടതാണ്. തൊഴുത്തിലെ തറകളൊക്കെ നമ്മൾ എന്തെങ്കിലും പൊട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വൃത്തിയാക്കി സിമെൻ്റൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അവിടെ തൊഴുത്തിൽ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അസുഖങ്ങൾ വരികയാണെങ്കിൽ അത് വളരെ നേരത്തെ തന്നെ ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതും ചികിത്സിപ്പിക്കേണ്ടതുമാണ്. അതുപോലെ എന്തെങ്കിലും ഈ മഴക്കാലത്തോടനുബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും മഴക്കെടുതികൾ മൂലം കന്നുകാലികൾക്ക് അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത മൃഗാശുപത്രിയിൽ അറിയിക്കണം. അതുകൂടാണ്ട് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോൺ നമ്പർ 0484235164 ആണ്. മഴക്കെടുതി മൂലം കന്നുകാലികൾക്ക് അത്യാഹിതങ്ങൾ സംഭവിച്ചാൽ തൊട്ടടുത്ത മൃഗാശുപത്രിയിൽ അറിയിക്കണം. സ്വയം ചികിത്സ നൽകുന്നത് എന്തുകൊണ്ടും അപകടമാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.